2025 മാർച്ച് 31 ഡെഡ് ലൈൻ അടുത്തെത്താനായി. അതുപോലെ തന്നെ നിങ്ങളുടെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾഡ് ഇൻകം ടാക്സ് റെജിമിന്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം അതായത് ELSS നോക്കാം. അപ്പോൾ പല സെക്ടേഴ്സ്, ഇൻഡസ്ട്രീസ്, അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണിത്. അതുപോലെ തന്നെ ELSSന് 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ആണുള്ളത്. അതായത് ഇവിടെ നിങ്ങൾ 3 വർഷത്തേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തുടരണം. അതുപോലെ ELSSലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൾഡ് ഇൻകം ടാക്സ് റെജിമിന്റെ കീഴിൽ സെക്ഷൻ 80C കീഴിൽ 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷന് ക്വാളിഫൈഡ് ആണ്. സോ നമ്മൾ ആംഫി ഡാറ്റ ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ CAGR റിട്ടേൺസിന്റെ ബേസിൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 5 ELSS ഫണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ELSS ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് നോക്കാം. അതായത് ഈ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഫണ്ട് എത്ര റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഫണ്ടിന്റെ ആവറേജ് ആനുവൽ റിട്ടേൺസിൽ നിന്ന് ഫണ്ട് എത്ര ഡീവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ ഫണ്ട് കൂടുതൽ റിസ്കി ആണെന്നാണ്. ഇനി ബീറ്റ 1 കുറവാണെങ്കിൽ ആ ഒരു ഫണ്ട് മാർക്കറ്റിനേക്കാളും റിസ്ക് കുറവായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് 1 യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് എത്ര എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാൾ ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്തിന്റെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 0.72 ആണ്. അതായത് ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് 0.72 ഇരട്ടി എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതുപോലെ സോർട്ടിനർ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴുള്ള മ്യൂച്വൽ ഫണ്ട് റിസ്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ സോർട്ടിനർ റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺ ബെറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, പാസ്റ്റ് റിട്ടേൺസ് ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ പറയുകയാണ്. സോ നിങ്ങൾ ടാക്സ് സേവിങ്ങിനായിട്ട് ഏത് ELSS ഫണ്ടാണ് സെലക്ട് ചെയ്യുക? അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അത് നമ്മളോട് കമൻസിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഫൈനാൻഷ്യൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.